Hi, I am Rogers Juice, Managing Director of Alpha Academy and Genius Integrated School Alappuzha. 2024 NEET examination base ചെയ്ത് ഇന്ത്യ മുഴുവനുള്ള വെറ്റിനറി കോഴ്സിന് അഡ്മിഷൻ ലഭിക്കാനുള്ള ഓൾ ഇന്ത്യ വെറ്റിനറി കൗൺസിലിൻ്റെ ചോയ്സ് ഫില്ലിംഗ് അലോട്ട്മെൻറ്റ് പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. നാളെ സെപ്റ്റംബർ 6 മുതലാണ് ചോയ്സ് ഫില്ലിങ്ങിനുള്ള രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഒരു വെറ്റിനറി കോഴ്സിന് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും ഓൾ ഇന്ത്യ വെറ്റിനറി കൗൺസിലിൻ്റെ വെബ്സൈറ്റായ vciadmissions.nic.in എന്ന വെബ്സൈറ്റിലൂടെ രജിസ്ട്രേഷനും ചോയ്സ് ഫില്ലിങ്ങും അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിലും കൃത്യമായി പങ്കെടുക്കുക. ഈ ചോയ്സ് ഫില്ലിങ്ങിലൂടെ ഇന്ത്യ മുഴുവനുള്ള 54 യൂണിവേഴ്സിറ്റികളിലേക്കുള്ള സീറ്റുകളാണ് ഓൾ ഇന്ത്യ വെറ്റിനറി കൗൺസിൽ ഫില്ല് ചെയ്യുന്നത്. ഈ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലൂടെ ഇന്ത്യ മുഴുവനുള്ള 54 യൂണിവേഴ്സിറ്റികളുടെ 15% സീറ്റിലെ 734 സീറ്റിലേക്കാണ് ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലൂടെ അലോട്ട്മെൻറ്റ് നടത്തുക. ഇന്ത്യ മുഴുവൻ സ്റ്റേറ്റുകളിലെ അതിൽ നമ്മുടെ കേരളത്തിലുള്ള 2 വെറ്റിനറി ക്യാമ്പസിൻ്റെ 15% സീറ്റ് 34 സീറ്റിലേക്കും അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുന്നത് ഈ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലൂടെയാണ്. ഇന്ത്യ മുഴുവനുള്ള വെറ്റിനറി കോഴ്സിൻ്റെ മുഴുവൻ യൂണിവേഴ്സിറ്റികളുടെയും 15% സീറ്റിലേക്ക് ഒരു അഡ്മിഷൻ ആഗ്രഹിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും ഈ ചോയ്സ് ഫില്ലിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സിങ്ങിൽ കൃത്യമായി പങ്കെടുക്കണം. ഇനി 3 റൗണ്ടുകളിലൂടെയാണ് ഈ അലോട്ട്മെൻറ്റ് നടക്കുക. ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, സ്ട്രേ വേക്കൻസി. ഇവിടെ ഈ വെറ്റിനറി കൗൺസിലിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിന് 3 അലോട്ട്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ഇനി ഫസ്റ്റ് റൗണ്ടിലും സെക്കൻഡ് റൗണ്ടിലും വിദ്യാർത്ഥികൾക്ക് പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യാം, ചോയ്സ് ഫില്ലിങ്ങിൽ പങ്കെടുക്കാം. സ്ട്രേ വേക്കൻസിയിൽ പുതിയതായിട്ട് രജിസ്ട്രേഷൻ ഇല്ല. ഫസ്റ്റ് റൗണ്ടിലും സെക്കൻഡ് റൗണ്ടിലും പങ്കെടുത്ത് ക്യാമ്പസുകളൊന്നും ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് സ്ട്രേ വേക്കൻസി പങ്കെടുക്കാൻ സാധിക്കുക. ഈ ഓൾ ഇന്ത്യ രജിസ്ട്രേഷൻ പ്രോസസ്സിങ്ങിൽ നമ്മൾ പങ്കെടുക്കാൻ 1000 റുപ്പീസാണ് രജിസ്ട്രേഷൻ ഫീ ഉള്ളത്. റിസർവേഷനുള്ള വിദ്യാർത്ഥികൾക്ക് 500 റുപ്പീസ് മാത്രമാണ് രജിസ്ട്രേഷൻ ഫീ ഉള്ളത്. ഇനി ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ 1000 റുപ്പീസ് കൊടുത്ത് നമ്മുടെ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് ഫസ്റ്റ് രജിസ്ട്രേഷൻ ആദ്യം ചെയ്യണം. അതിനുശേഷം ചോയ്സ് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ 1000 റുപ്പീസ് രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കണം. അങ്ങനെ റെമിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ചോയ്സ് ഫില്ല് ചെയ്യാൻ സാധിക്കുക. ഈ ചോയ്സ് ഫില്ല് ചെയ്യാൻ സെപ്റ്റംബർ 6 മുതൽ 9 വരെയാണ് ടൈം ഉള്ളത്. 10th പ്രോസസ്സിംഗ് ഡേ ആണ്. 11th ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 11th പബ്ലിഷ് ചെയ്താൽ അതിൽ അഡ്മിഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികൾ 11th 17th ഇൻ ബിറ്റ്വീൻ ക്യാമ്പസുകളിൽ ജോയിൻ ചെയ്യണം. ഇനി ഫസ്റ്റ് റൗണ്ട് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഒരു ക്യാമ്പസ് നമുക്ക് അനുവദിച്ചാൽ അത് ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് മുൻപോട്ടുള്ള ഒരു റൗണ്ടിലും പങ്കെടുക്കാൻ സാധിക്കത്തില്ല. ഇനി ഫസ്റ്റ് റൗണ്ടിൽ ഒരു ക്യാമ്പസ് നമുക്ക് ലഭിച്ചു, നിർബന്ധമായും ക്യാമ്പസിൽ ജോയിൻ ചെയ്തിരിക്കണം. ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് അതിനേക്കാൾ ഫസ്റ്റ് റൗണ്ടിൽ ലഭിച്ചതിനേക്കാൾ മികച്ചൊരു ക്യാമ്പസ് ലഭിക്കാനായി നമുക്ക് സെക്കൻഡ് റൗണ്ടിൽ ചോയ്സുകൾ വീണ്ടും സബ്മിറ്റ് ചെയ്യാം. വീണ്ടും സബ്മിറ്റ് ചെയ്യുന്നതിന് സെക്കൻഡ് റൗണ്ടിൽ എക്സ്ട്രാ ഫീസ് അടയ്ക്കേണ്ട. ഇനി ഫസ്റ്റ് റൗണ്ടിൽ പങ്കെടുക്കാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഫസ്റ്റ് റൗണ്ടിൽ ഒരു മികച്ച ക്യാമ്പസ് ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കുമൊക്കെ സെക്കൻഡ് റൗണ്ടിൽ പങ്കെടുക്കാം. സെക്കൻഡ് റൗണ്ട് 18th സ്റ്റാർട്ട് ചെയ്യുക. 18th 19th 2 ദിവസം മാത്രമാണ് ചോയ്സ് ഫില്ലിങ്ങിനുള്ള അവസരമുള്ളത്. രജിസ്ട്രേഷൻ ഫീ അടയ്ക്കാത്തവർക്ക് പുതിയതായി രജിസ്ട്രേഷൻ ഫീസ് അടച്ച് 18th 19th നടക്കുന്ന സെക്കൻഡ് റൗണ്ടിൻ്റെ ചോയ്സ് ഫില്ലിങ്ങിൽ പങ്കെടുക്കാം. അങ്ങനെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് 21st സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. അങ്ങനെ 21st നമുക്കൊരു ക്യാമ്പസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും 21st 24th ഇൻ ബിറ്റ്വീൻ നാം ക്യാമ്പസിൽ പോയി എല്ലാ ഡോക്യുമെൻറ്റ്സും സബ്മിറ്റ് ചെയ്ത് ജോയിൻ ചെയ്യണം. ഇനി ഫസ്റ്റ് റൗണ്ടിൽ നമുക്കൊരു ക്യാമ്പസ് ലഭിച്ചിരുന്നു, നമ്മൾ ക്യാമ്പസിൽ ജോയിൻ ചെയ്തു, മികച്ചൊരു ക്യാമ്പസിലേക്ക് ചേഞ്ചിന് വേണ്ടിയിട്ടാണ് നാം സെക്കൻഡ് റൗണ്ടിൽ പങ്കെടുത്തത്. സെക്കൻഡ് റൗണ്ടിൽ വേറൊരു ക്യാമ്പസാണ് ലഭിച്ചതെങ്കിൽ ഫസ്റ്റ് റൗണ്ടിൽ ജോയിൻ ചെയ്ത ക്യാമ്പസിൽ നിന്നും മുഴുവൻ ഡോക്യുമെൻറ്റ്സും റിട്ടേൺ കളക്ട് ചെയ്ത് സെക്കൻഡ് റൗണ്ടിൽ 24th ബിഫോർ നമ്മൾ സെക്കൻഡ് റൗണ്ടിൽ ലഭിച്ച ക്യാമ്പസിൽ ജോയിൻ ചെയ്യണം. ഇനി ഈ സെക്കൻഡ് റൗണ്ട് 24th കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തേർഡ് റൗണ്ടാണ്. തേർഡ് റൗണ്ട് എന്ന് പറയുന്നത് സ്ട്രേ വേക്കൻസിയാണ്. ഇനി ഫസ്റ്റ് റൗണ്ടിലോ സെക്കൻഡ് റൗണ്ടിലോ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക്, ഒരു ക്യാമ്പസ് ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് തേർഡ് റൗണ്ടിൽ പങ്കെടുക്കാനുള്ള അവസരമുള്ളത്. ഇനി ഫസ്റ്റ് റൗണ്ടിലും സെക്കൻഡ് റൗണ്ടിലും 1000 റുപ്പീസ് വീതമാണ് രജിസ്ട്രേഷൻ ഫീ നമ്മൾ അടച്ചിരുന്നത്. ഫസ്റ്റ് റൗണ്ടിൽ 1000 അടച്ചവർക്ക് പിന്നെ സെക്കൻഡ് റൗണ്ടിൽ പങ്കെടുക്കുന്നതിന് 1000 റുപ്പീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി തേർഡ് റൗണ്ടിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ തേർഡ് റൗണ്ടിൽ പങ്കെടുക്കണമെങ്കിൽ 50,000 റുപ്പീസാണ് രജിസ്ട്രേഷൻ ഫീ വരുന്നത്.
റിസർവേഷൻ SC/ST കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ 25,000 റുപ്പീസ് രജിസ്ട്രേഷൻ ഫീ അടച്ചാൽ മതി. അങ്ങനെ തേർഡ് റൗണ്ടിൽ പങ്കെടുക്കുമ്പോൾ തേർഡ് റൗണ്ടിൻ്റെ ചോയ്സ് ഫില്ലിംഗ് എന്ന് പറയുന്നത് 26-ഉം 28-നുമാണ്. ഈ 2 ദിവസമാണ് ചോയ്സ് ഫില്ലിങ്ങിനുള്ള അവസരം. മുൻപ് റൗണ്ടുകളിൽ പങ്കെടുത്തിട്ടും ക്യാമ്പസ് ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് എക്സ്ട്രാ ഫീസായി 50,000 അടച്ചിട്ട് നമുക്കതിൽ പങ്കെടുക്കാം. അങ്ങനെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്നും തേർഡ് അലോട്ട്മെൻറ്റ് 28-ന് പബ്ലിഷ് ചെയ്യും. 28-ന് തേർഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ 28-നും 30-നും ഇൻ ബിറ്റ്വീൻ മുഴുവൻ ഡോക്യുമെൻസുമായി ക്യാമ്പസുകളിൽ ജോയിൻ ചെയ്യണം. തേർഡ് റൗണ്ടിൽ സ്ട്രേ വേക്കൻസിയിൽ നമുക്കൊരു ക്യാമ്പസ് ലഭിച്ചിട്ട് നാം ജോയിൻ ചെയ്യാതിരുന്നാൽ നാം അടച്ചിരിക്കുന്ന രജിസ്ട്രേഷൻ ഫീ 50,000 റുപ്പീസ് അല്ലെങ്കിൽ 25,000 റുപ്പീസ് എത്രയാണോ അത് നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് റൗണ്ട് മുതൽ തേർഡ് റൗണ്ട് വരെയുള്ള ഈ ഓൾ ഇന്ത്യ വെറ്റിനറി കൗൺസിലിങ്ങിൻ്റെ ചോയ്സ് ഫില്ലിംഗ് പ്രോസസ്സിങ്ങിൽ കൃത്യമായി പങ്കെടുത്തുകൊണ്ട് ഇന്ത്യ മുഴുവനുള്ള വെറ്റിനറി കോഴ്സിൻ്റെ യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ കണ്ടു, കേരളത്തിലെ 2 യൂണിവേഴ്സിറ്റികളിലേക്ക് അഡ്മിഷൻ ലഭിക്കാനും ആ യൂണിവേഴ്സിറ്റികളുടെ 15% സീറ്റിലേക്ക്, നമുക്ക് കേരളത്തിലുള്ള 2 ക്യാമ്പസിൻ്റെ 15% എന്ന് പറയുമ്പോൾ 34 സീറ്റുകളാണ്. ഇനി ഇന്ത്യ മുഴുവനുള്ള യൂണിവേഴ്സിറ്റികളെ കുറിച്ച് പറയുമ്പോൾ എല്ലാ സ്റ്റേറ്റിലും വെറ്റിനറി ക്യാമ്പസുകളുണ്ട്. ഈ കോളേജുകളുടെ ഒക്കെ ഓരോ ക്യാമ്പസിലേക്കും ജോയിൻ ചെയ്യുമ്പോൾ ആ ക്യാമ്പസിൻ്റെ ഫീസ് എത്രയാണെന്ന് പ്രോസ്പെക്ടസിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ 3-4 ക്യാമ്പസുകൾ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലുള്ള ക്യാമ്പസുകളാണ്. അപ്പോൾ മുഴുവൻ ഗവൺമെൻറ് സെക്ടറുടെയും ഓൾ ഇന്ത്യയിൽ വരുന്ന 4-5 വെറ്റിനറി പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് യൂണിവേഴ്സിറ്റികളിലേക്കുമൊക്കെ ഈ കൗൺസിലിങ്ങിൽ തന്നെയാണ് അലോട്ട്മെൻറ്റ് ഫില്ല് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ക്യാമ്പസ് അതർ സ്റ്റേറ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ഫീസ് എത്രയാണ്, ആ സ്റ്റേറ്റിലുള്ള ക്യാമ്പസിൽ എനിക്ക് പോയി പഠിക്കാൻ പറ്റുമോ, ഈ കോഴ്സിനെ കുറിച്ച് എനിക്ക് ഇഷ്ടമുള്ളൊരു കോഴ്സാണോ എന്നൊക്കെ വ്യക്തമായൊരു ധാരണ വരുത്തിയിട്ട് മാത്രമാണ് നാം ചോയ്സ് ഫില്ല് ചെയ്യേണ്ടത്. ഇനി ഈ ചോയ്സ് ഫില്ലിങ്ങിന് പാരലായിട്ട് തന്നെ നമുക്കറിയാം ഓൾ ഇന്ത്യ MBBSൻ്റെയും BDSൻ്റെയും ഓൾ ഇന്ത്യയുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ് നടന്നുകൊണ്ടേയിരിക്കുന്നു. കേരളത്തിലെ MBBSൻ്റെയും BDSൻ്റെയും ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു, സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി ഇതിനോടൊപ്പം ഓൾ ഇന്ത്യ ലെവലുള്ള ആയുഷിൻ്റെയും ICARൻ്റെയും അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ് നടക്കുന്നു. ഇനിയിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേരളത്തിൻ്റെ അലൈഡ് കോഴ്സുകളുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിംഗ് ആണ്. ആ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിലൂടെയാണ് കേരളത്തിലുള്ള മുഴുവൻ വെറ്റിനറിയും ആയുർവേദവും ഹോമിയോയും അഗ്രികൾച്ചറും ഫിഷറീസും ഫോറസ്ട്രിയും പോലെയുള്ള മുഴുവൻ കോഴ്സുകളുടെയും ബാക്കി വരുന്ന 85% സീറ്റുകൾ ഫില്ല് ചെയ്യുന്നത് കേരളത്തിലെ എൻട്രൻസ് കമ്മീഷനുടെ കീമിൻ്റെ അലൈഡ് കോഴ്സുകളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിലൂടെയാണ്. അത് ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഇനി ഈ അലോട്ട്മെൻറ്റുകൾ ഏതുമാവട്ടെ, ഇതൊക്കെ നമ്മൾ വളരെ വിജിലൻ്റായി ഡേറ്റുകൾ കൃത്യം നോട്ട് ചെയ്ത് വെച്ച് ആ ചോയ്സ് ഫില്ലിംഗ് പ്രോസസ്സിംഗ് പങ്കെടുക്കണം. ഒരു ക്യാമ്പസ് ലഭിച്ചു കഴിഞ്ഞാൽ കൃത്യസമയത്ത് നാം ജോയിൻ ചെയ്യണം. ഈ ആൽഫ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ എൻട്രൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ അപ്ഡേറ്റ്സുകളെല്ലാം കൃത്യമായി പേരൻസിൽ എത്തിക്കൊണ്ടേയിരിക്കും. ഓൾ ഇന്ത്യ MBBS BDSൻ്റെയും അതുപോലെ MBBS BDSൻ്റെ കേരളത്തിൻ്റെ ഫസ്റ്റ് റൗണ്ടും ബാക്കി എല്ലാത്തിൻ്റെയും ഫസ്റ്റ് റൗണ്ടുകൾ ഏകദേശം കഴിയുന്ന ഒരു സമയത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി സെക്കൻഡ് റൗണ്ടാണ് എല്ലാ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൻ്റെയും സ്റ്റേറ്റ് കൗൺസിലിങ്ങിൻ്റെയും. സ്റ്റേറ്റ് കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ സ്റ്റേറ്റ് കൗൺസിലിംഗ് നടക്കുന്നത് പോലെ തന്നെ മറ്റുള്ള സ്റ്റേറ്റുകളുടെ കർണാടക, തമിഴ്നാട്, ഇന്ത്യ മുഴുവൻ സ്റ്റേറ്റുകളുടെയും അതർ സ്റ്റേറ്റിലെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ 15% സീറ്റിലേക്ക് നമുക്ക് ലഭിക്കാനുള്ള ഈ ചോയ്സ് ഫില്ലിങ്ങോ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങോ ഒക്കെ നടക്കുകയാണ്. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുന്ന സമയത്ത് കൃത്യമായി ഡേറ്റുകൾ നോട്ട് ചെയ്ത് വെച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാമ്പസ് ആണോ, അവിടുത്തെ ഫീസ് എത്രയാണ്, ഇതൊക്കെ മനസ്സിലാക്കി നാം കൃത്യമായി ആ ചോയ്സ് ഫില്ലിങ്ങിലൂടെ നാം മുന്നോട്ട് പോകണം. ഇനി ഈ സമയത്തൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫ അക്കാഡമി കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾക്ക് ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം. ഈ സെക്കൻഡ് റൗണ്ടും തേർഡ് റൗണ്ടും ഒക്കെ കഴിഞ്ഞിട്ട് അത് MBBSും BDSും തന്നെയല്ല, നമ്മളിപ്പോൾ കണ്ട വെറ്റിനറിയുടെയും അഗ്രികൾച്ചറിൻ്റെയും ആയുർവേദവും ഹോമിയോയുടെയും ഇതുപോലെ ബാക്കി വരുന്ന അലൈഡ് കോഴ്സുകൾ ഏതുമാവട്ടെ, നമുക്കിഷ്ടപ്പെട്ട ഒരു ക്യാമ്പസോ കോഴ്സോ ലഭിച്ചില്ലെങ്കിൽ അവിടെ ദുഃഖം അല്ല വേണ്ടത്. നമ്മളൊരു തീരുമാനം എടുക്കുകയാണ് വേണ്ടത്. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കോഴ്സാണ് ഞാൻ പഠിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, 10ാം ക്ലാസ് വരെ ഒരു സബ്ജക്റ്റ് പഠിച്ചതുപോലെ അല്ലെങ്കിൽ 11th 12th ഒരു കോഴ്സ് പഠിച്ചതുപോലെ അല്ല ഈ കോഴ്സുകളൊന്നും. ഇതൊക്കെ നമ്മുടെ ലൈഫിൻ്റെ പ്രൊഫഷനാണ്, നമ്മുടെ ലൈഫിൻ്റെ ഡെസിഗ്നേഷനാണ്. ഇനി അടുത്ത ഒരു 65 വർഷം ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ എൻജോയ് ചെയ്ത് ജീവിക്കേണ്ട എൻ്റെ പ്രൊഫഷനാണ്, എൻ്റെ കരിയറാണ് ഈ കോഴ്സ് എന്ന് പറയുന്നത്. അത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ചല്ല നാം തിരഞ്ഞെടുക്കേണ്ടത്.
നമ്മുടെ ഇഷ്ടമായിരിക്കണം. MBBS പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടി വെറ്റിനറി കോഴ്സ് കൊണ്ട് തൃപ്തിപ്പെടുക അല്ല വേണ്ടത്. ഞാൻ ആഗ്രഹിക്കുന്ന കോഴ്സ് ഏതാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആരായി തീരണമെന്ന് ആഗ്രഹിക്കുന്ന ആ കോഴ്സും ക്യാമ്പസും നേടിയെടുക്കുന്നത് വരെ പരിശ്രമിക്കാൻ, നമ്മൾ പരിശ്രമിച്ചാൽ നേടാനുള്ള നമ്മുടെ കഴിവുകളെ വളർത്തിയെടുക്കാൻ നാം ചങ്കൂറ്റം കാണിക്കണം. അങ്ങനെയുള്ളവരുടേതാണ് ഇനിയുള്ള ലോകം. 2024 വരെ നമുക്ക് വിജയിക്കാൻ സാധിക്കാതിരുന്നത് നമ്മുടെ കഴിവുകേട് കൊണ്ടൊന്നുമല്ല, നമുക്ക് ആ കഴിവിലേക്ക് എത്താൻ സാധിക്കാഞ്ഞതുകൊണ്ടാണ്. തീർച്ചയായും 2025 എൻട്രൻസ് എക്സാമിനേഷനുകളിൽ അത് ഏത് എക്സാമിനേഷനും ആവട്ടെ, മെഡിക്കൽ സെക്ടറോ എഞ്ചിനീയറിംഗ് സെക്ടറോ ഏതുമാവട്ടെ, നിങ്ങളെ വിജയത്തിലേക്ക് കൈപിടിച്ച് നടത്താൻ, ആ വിജയിക്കാൻ വേണ്ട കഴിവിലേക്ക് നിങ്ങളെ വളർത്തിയെടുക്കാൻ ആൽഫയുടെ റിപ്പീറ്റർ ബാച്ച് സെപ്റ്റംബർ ഒക്ടോബർ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും നിങ്ങളെ വിജയിപ്പിക്കാനും ആൽഫ അക്കാഡമി കൂടെയുണ്ട്. ഓൾ ദ ബെസ്റ്റ്.